അതിനു മുമ്പ് നമ്മളൊരു ലോകമുണ്ടായിരുന്നു. ഏതായിരുന്നു ആ ലോകം? ആത്മാവുകളുടെ ലോകം. ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞാൽ റൂഹുകളുടെ ലോകം. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിൽ ലോകാവസാനം വരെ വരുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാവുകളെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളെ വരുന്ന ലോകത്ത് ജനിക്കാതിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാവുകളെ മാത്രം, ശരീരമല്ല പ്രധാനം, റൂഹാണ് പ്രധാനം. ആത്മാവുകളെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ ഒരു ലോകം, ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം. അവിടെ വെച്ച് അല്ലാഹു ഒരുമിച്ച് കൂട്ടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ വരുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ അല്ലാഹു ഒരു സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹുകളോട് സംസാരിച്ചു. അവിടെ ഞാനും നിങ്ങളും ഒക്കെ ഉണ്ട്, നമ്മുടെയൊക്കെ റൂഹുണ്ട്. ഈ ശരീരമില്ലാന്നുള്ള റൂഹുണ്ട്, ആത്മാവുണ്ട്. കല്ലൂരുകാരുണ്ട്, ഞാനുണ്ട്. ആദം നബി മുതൽ ലോകത്ത് വരെയുള്ള സർവ്വ ആളുകളും അവരുടെ റൂഹുകളെ മുഴുവനും അല്ലാഹു വിശാലമായ ലോകത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിച്ചു. ഖുർആൻ, ഞാൻ പറയുന്നില്ല, ഖുർആൻ. വഇദാ അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം അദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹീദിനാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിരീൻ. അല്ലാഹു പറയുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ അടിമകൾക്ക് മനുഷ്യർ ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്ക് നബിയേ. വഇദാ അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു ലോകാവസാനം വരെ വരുന്ന മനുഷ്യരുടെ ആത്മാവുകളെ മുഴുവനും പുറപ്പെടുവിച്ചുവത്രേ. എന്നിട്ട് അല്ലാഹു ആത്മാവുകളുടെ ഒരു ലോകമുണ്ടാക്കിയത്രേ. ആ ലോകമാണ് മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ തുടക്കം. ആലമുൽ അർവാഹ്, ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം ആലമുൽ അർവാഹിലാണ്. ഇതാണ് ഒന്നാമത്തെ ലോകം, മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ലോകം ആലമുൽ അർഹാം. ആലമുൽ അർവാഹിൽ വേറെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ ലോകമാണ് രണ്ടാമത്തെ ലോകം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആലമുൽ അർഹാം, നിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹാണ്. അവിടെ നിന്ന് നിന്റെ എല്ലാ ആത്മാവുകളെയും അല്ലാഹു വീണ്ടും ആദം നബിയുടെ മുതുകിലേക്ക് മടക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെല്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലേക്ക് വിട്ടുകിടഞ്ഞ് ഒരു മനുഷ്യൻ പിന്നീട് അല്ലാഹു വരികയാണ്. അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച നാം അംഗീകാരം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു